നമസ്കാരം. കൃത്യസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയും കൊണ്ടാണ്. പാലും പഞ്ചസാരയും ഒന്നും ഉപയോഗിക്കാതെയുള്ള അടിപൊളിയൊരു സ്മൂത്തിയാണ്. പാലൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അലർജി ഉള്ളവർക്ക്, പാലിനൊക്കെ അലർജി ഉള്ളവർക്കും വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു സ്മൂത്തി തന്നെയാണ്. രാവിലെകളിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെയധികം ഹെൽത്തിയാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി സമ്പുഷ്ടമാണ് ഈ ഒരു ബദാം കൊണ്ടുള്ള സ്മൂത്തി എന്ന് പറയുന്നത്. പശുവിൻ പാലിന് പകരം നമ്മൾ ബദാം മിൽക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെയധികം ഹെൽത്തിയാണ്. നട്ട് അലർജി ഇല്ലാത്ത എല്ലാവർക്കും തന്നെ ഇത് കഴിക്കാവുന്നതാണ്. ഡയറ്റ് നോക്കുന്നവർക്കും അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്മൂത്തി തന്നെയാണ്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും വിശക്കില്ല. നമ്മുടെ വയറ് കുറേ അധികം നേരം നിറഞ്ഞു തന്നെ ഇരിക്കുകയും അതുവഴി നമുക്ക് മറ്റൊരു ഭക്ഷണവും കഴിക്കാനുള്ള ഒരു ആഗ്രഹമില്ലാതിരിക്കുകയും അതുവഴി പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ തടിയൊക്കെ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് മിക്സിയുടെ ഒരു ജാറാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബദാം മിൽക്കാണെന്ന് പറഞ്ഞു. ആ ഒരു ബദാം മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ 3-4 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതേ ഉള്ളൂ. 1 കപ്പ് പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. തണുത്ത സ്മൂത്തി ആവശ്യമുള്ളവർക്ക് നല്ല തണുത്ത പാല് തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡേറ്റ്സ് ആണ്. 15 ഡേറ്റ്സ് എടുത്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ അത് നല്ലവണ്ണം സോഫ്റ്റായി കിട്ടും. നമുക്ക് ഗ്രൈൻഡ് ചെയ്യുമ്പോഴും നല്ല സ്മൂത്തായിട്ടുള്ള നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടാനും അത് നമ്മളെ സഹായിക്കും. ആഫ്റ്റർ സോക്കിംഗ് നമുക്ക് ഇതൊന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ പാലിലേക്ക് ഡയറക്റ്റായിട്ട് ഡേറ്റ്സും ആ കുതിർത്തെടുത്ത വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പഴം ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഷുഗറുള്ള ആൾക്കാരാണ് ഇത് കഴിക്കുന്നതെങ്കിൽ പഴവും അതുപോലെ തന്നെ ഡേറ്റ്സും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതിനു പകരം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. എന്നിരുന്നാലും കൺട്രോൾഡ് ഷുഗർ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു ദിവസം ഒരു 2 ഡേറ്റ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ വീണ്ടും പറയുന്നു, കൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ മാത്രമേ അത് കഴിക്കാവുള്ളൂ. അല്ലാത്തവർ അത് ഒഴിവാക്കണം. ഈ ഒരു പഴം ചെറിയ പീസസ് ആക്കി മുറിച്ചതും കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ പഞ്ചസാരയൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയിലൊന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തുകൊണ്ട് വരണം. അതിനു മുന്നേ നമുക്ക് ഇതിനകത്തേക്ക് ഒരു നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു 3 ചെറിയ ഏലക്കായ ചേർത്ത് കൊടുക്കാം. ആ തൊലിയൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ആ മണികൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതും അതുപോലെ തന്നെ ഒരു പീസ് ഡേറ്റ്സും കൊണ്ട് നമുക്കിതൊന്ന് ഗാർണിഷ് കൂടി ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. ഇതിനകത്ത് വേറെ പഞ്ചസാരയുടെ ഒന്നും ഒരു ആവശ്യവുമില്ല. ഇതിനാവശ്യം മധുരമൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡേറ്റ്സിൻ്റെ അളവൊന്ന് കൂട്ടാം. കാരണം അവർക്ക് കുറച്ചും കൂടെ ഒരു മധുരം വേണ്ടി വരുമായിരിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണിത്. ഷുഗർ നന്നായിട്ട് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ നമുക്ക് ശീലമാക്കാവുന്ന ഒരു സ്മൂത്തി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ബദാം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ രാവിലെയൊക്കെ സമയമില്ലാതെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ബദാം ആണെങ്കിലും അതുപോലെ ഡേറ്റ്സ് ആണെങ്കിലും പഴമാണെങ്കിലും ഒക്കെ നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള വളരെ ആയാസമില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്.
വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.